ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലത്തെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഇപ്പോൾ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ, പിന്നെ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം പറഞ്ഞിട്ടിരിക്കാമല്ലേ. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ പോകുന്നു, പിന്നെന്താ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണമെന്ന്, ഡോക്ടറെ കാണിക്കാനും പോകണം. പിന്നെ അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കും പോവും. വീട്ടിലേക്ക് പോകുന്നതന്നെ തോന്നുന്നു കേട്ടോ, ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ഏട്ടൻ പറയുന്നുണ്ട് പോവാന്ന് പറയുന്നുണ്ട്. എനിക്ക് പോകണമെന്നൊന്നുമില്ല. ഇവിടെ നല്ല സുഖമല്ലേ, അവിടെ പോയി കഴിഞ്ഞ് വീണ്ടും തുടങ്ങും, ഇനി പണി അതൊന്നും പറഞ്ഞിട്ട് വയ്യ. ഇവിടെ അങ്ങനെ മടിച്ചായിട്ടിരിക്കുകയല്ലേ, നല്ല രസമാണ്. ഞാൻ പോകാനും തോന്നണമൊന്നുമില്ല, പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഏട്ടൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് പുതിയ വർക്കൊക്കെ തുടങ്ങും അത്രേ, അപ്പോൾ പോകണമെന്ന് ഏട്ടൻ പറയുന്നുണ്ട്. എന്താ ചെയ്യുക. പിന്നെന്താ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഇപ്പം എല്ലായിടത്തും കോവിഡൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുകയായിരിക്കില്ലേ. ഞങ്ങളും അതെ, വീട്ടിലിരിക്കണം, ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റാതെ. ഞാൻ ആകെ വരേണ്ടത് എൻ്റെ വീട്ടിലേക്ക് മാത്രമാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടേക്കും വരും, ഇവിടെ നിന്ന് അവിടേക്കും പോവും, അത്ര തന്നെ ഉള്ളൂ എൻ്റെ യാത്ര. അല്ലാതെ വേറെ എവിടേക്കും ഞങ്ങൾ പോവില്ല. പിന്നെ ഇപ്പോൾ കുട്ടിയൊക്കെ ആയതിനു ശേഷം പിന്നെ തീരെ പോക്കില്ല, ഒന്നുമില്ല. പിന്നെ കോവിഡ് ഇതൊക്കെ അല്ലേ, അതുകൊണ്ട് എവിടേക്കും പോകാറൊന്നുമില്ല, വീട്ടിലിരിക്കുക തന്നെയാണ്. പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഇപ്പോൾ കുറച്ച് നേരത്തെ വന്നു. ഏട്ടൻ താഴത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. എന്താ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുക. ഇത് വിറകാണ് കേട്ടോ, വിറക് മൂടി വെച്ചാക്കണേ. ഞങ്ങളിതിൻ്റെ മുകളിൽ കയറിയിട്ടിരിക്കുകയാണ്. പിന്നെന്താ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, അതാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. സമയം 10 മണി 11 മണിയൊക്കെ ആയിട്ട് ഞാനിവിടെ വന്ന് ഈ നേരത്തെ കുളിക്കുള്ളൂ. അവിടെ ആകുമ്പോൾ വേഗം കുളിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കിച്ചുട്ടൻ അവൻ ഉറങ്ങുക കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. ഇനിയിപ്പോൾ 2 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഭയങ്കര വെയിലും ഒരു സുഖമില്ല. അപ്പോൾ വീഡിയോ ചെയ്യാൻ എന്തോ ഒരു മൂഡിട്ടാതില്ല. അപ്പോൾ പിന്നെ അത് ചിരിയാണ്. ചെയ്യണം. എന്നും രാവിലെ നീക്കുമ്പോൾ എന്താ വീഡിയോ ചെയ്യണം ഇങ്ങനെ പറയൂ കേട്ടോ. വണ്ടി പോവാണേ, ആ വണ്ടി പോട്ടെ. എന്താ വീഡിയോ ചെയ്യാന്ന് ആലോചിച്ചിട്ടാണ് നീക്കുക തന്നെ. പിന്നെ നമ്മൾ എല്ലാം കുളിച്ചൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് പിന്നെ ഒന്നും വേണ്ട. 2 ദിവസമൊക്കെ തീരെ വയ്യ, അതൊന്നും ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ ചെയ്താൽ എന്തെങ്കിലും. പിന്നെ ഇനി വീട്ടിലേക്ക് പോട്ടെ, എന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കി നോക്കണം. പിന്നെ ഏട്ടനും ഇല്ലല്ലോ, അത് കാരണം കൊണ്ട് എന്തോ ഒരു ഇതുപോലെ. പിന്നെ ഇവർ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ഓരോ വഴിക്ക് ഇങ്ങനെ പോയിട്ട് അമ്മയൊക്കെ പോയിട്ടോ. അമ്മ പോയി, എല്ലാവരും പോയി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളും പോവും. അപ്പോൾ ഇവരൊറ്റയ്ക്ക് പിന്നെന്താ എന്തെങ്കിലുമൊക്കെ പറയും. അറിഞ്ഞൂടാ. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവള്, വെറുതെ കുളിച്ചിട്ടൊന്നുമില്ല, കുറിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ഇവരുടെ ടെറസിൻ്റെ മുകളിൽ കളിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങോട്ട് കുളിയൊക്കെ കണ്ടിട്ട് കയറി വന്നാണ്. കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ല, പ്രാന്തത്തിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവൻ വീഡിയോ എടുക്കണ വേഗം പോയിട്ട് മുടിയൊക്കെ ചീന്തി കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വന്ന് നടക്കാണ്. കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ല, അതുണ്ടോ ഇരിക്കുന്നു, കുളിക്കാതെ ഫോണിൽ കളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെന്താ, ഏട്ടൻ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്കിന്ന് വയ്യ പറഞ്ഞു. ഏട്ടൻ ടെറസിൻ്റെ മുകളിൽ കയറി, ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാനിവിടെ വെയിലത്തൊന്നുമല്ല ഇരിക്കുന്നത്. ഇവിടെ അവിടെ ഒരു മാവുണ്ട് കണ്ടോ, ഞങ്ങൾ ആ മാവിൻ്റെ താഴെ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ വന്നിട്ടല്ലേ ഉള്ളൂ, വണ്ടി കുറിച്ച് ഇത്ര ദൂരം വന്നല്ലേ, ഭയങ്കര ക്ഷീണത്തില്ല. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്താ ഒരു സൗണ്ട്, കമ്പി എന്തോട്ടോ മുറുകയാണ്. മുഖത്തേക്കൊക്കെ ഒരു ചൂട്, ഒരു വെയിലിൻ്റെ, ഞാൻ തണലത്തായിരിക്കണതിന് ഒരു ചൂട് നനയ്ക്കുന്ന എന്തോട്ട് പോലെ മുഖം അയക്കുന്നുണ്ട്. മാങ്ങയൊന്നും ചേട്ടാ, മാങ്ങയൊക്കെ കഴിഞ്ഞു.
ഞങ്ങള് തിന്നൊന്നുമില്ല കേട്ടോ. ആ സീസൺ കഴിഞ്ഞു. ഞങ്ങൾക്കൊരു മാങ്ങയുടെ പുട്ട് പോലും തിന്നാൻ. ഞങ്ങളുടെ ഈ മാവത്തെ മാങ്ങ ഇല്ല, അത്ര ഒരു ടേസ്റ്റുള്ള മാങ്ങ ഇല്ല കേട്ടോ. ഒരു എന്താ ഒരു കയ്പ്പൊക്കെ ഉള്ള മാങ്ങ, തണുവുണ്ട്. തൊലിയൊക്കെ നല്ല കട്ടിയാ. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ നമുക്ക് കഴിക്കാനൊരു രസമില്ലാത്ത മാങ്ങ. നല്ല പുളിയാ, വായനോട് വെക്കാൻ പറ്റില്ല. പക്ഷെ പുളി മാങ്ങയല്ല അല്ലെന്നാ, ഒരു പ്രത്യേകത. എന്ത് മാങ്ങയാണോ പഴുത്ത് കഴിഞ്ഞാൽ രസമുണ്ടോ? പഴുത്തിട്ട് ഞങ്ങള് തിന്നില്ല ഈ മാങ്ങ. ഇവിടെ ഇങ്ങനെ വീണുട്ടോ, താഴത്ത് ഇങ്ങനെ വീണ് കിടക്കും. പക്ഷെ ഞങ്ങൾക്ക് നല്ല മണാണ്. മണൊക്കെ വന്ന് നമ്മള് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പക്ഷെ രസമില്ല, തിന്ന രസമില്ല. നല്ല മൂവാണ്ടനൊക്കെ, ഇത് മൂവാണ്ടനൊന്നല്ല, അത് എന്ത് മാങ്ങയാണോ. നല്ല മൂവാണ്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല, ഞങ്ങൾക്ക് മാങ്ങാന്ന് പറഞ്ഞ ജീവനാ. പക്ഷെ ഈ മാങ്ങ നല്ല രസമില്ല. പിന്നെന്താ, ഞങ്ങളുടെ മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടോ? താഴെയുള്ള മാറട കണ്ടോ, കുറേ വീട്, താഴെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് മറ്റേ ഇതിട്ടാക്കുക കേട്ടോ, എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ടിറക്കുന്നത്. ഇത് ചിമ്മിണിയാണ് കേട്ടോ. പിന്നെന്താ വേറെ വിശേഷം? വേറെ ഇപ്പം എന്താ പറയുക. അപ്പം ഇന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാം. ഹോസ്പിറ്റലിലേക്ക് 2 മണി 2:30 ചെല്ലേണ്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ 3 മണി 3:30 ആവും. ഇനി അവിടെ നിന്ന് വന്നിട്ട് ഏട്ടൻ ഇന്ന് വീട്ടിലേക്കും പോകണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ, അന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടോ. പിന്നെന്താ, പിന്നെ എന്തേലൊക്കെ എന്തേലും എന്താണ് പറയാനുള്ളത്? അവനൊന്നും പറയാത്ത, അവൻ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ചളവറ ലാൻഡ് ചെയ്യട്ടോ. പോകണമെന്ന് വീഡിയോ എടുക്കണമെന്നില്ല. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകണം വീഡിയോ എടുക്കില്ല കേട്ടോ. കാരണം അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഏകദേശം ആ സ്ഥലമൊക്കെ കാണിച്ചു തന്നില്ലേ. പിന്നെ ഇപ്പം എന്താ വീഡിയോ എടുക്കുക, ഒരു വീഡിയോ ഒന്നും എടുക്കണില്ല. പിന്നെന്താ അമ്മ, ഞാൻ അമ്മേനെ പിന്നെയൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്താ വെച്ചിട്ടാ, അവർ ഫോൺ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ ഓർഡർ ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര നാണക്കേട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ആവട്ടെ, എന്നിട്ട് അവർ ഒന്ന് ഇത്തിരി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയായിക്കോളും. ഇതല്ലാതെ ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര നാണക്കേടായിരിക്കും. ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ കൂടി വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. നമ്മൾ ഓർക്കാപ്പുറത്ത് പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എടുത്തു തന്നെയുള്ളൂ, അല്ലാണ്ട് വരുമൊന്നുമില്ല. പിന്നെന്താ, പിന്നെ വെല്ലിച്ചനൊക്കെ പോയിട്ടോ. വെല്ലിച്ചൻ പോയി, വെല്ലുമ്മ വരും, വൈകുന്നേരം വരും കേട്ടോ. ബസ്സുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ ബസ്. വെല്ലുമ്മയ്ക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റില്ല. 7 മണിക്കൊക്കെ എത്തേണ്ടതാണ്. PK ദാസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോവാണ് വെല്ലുമ്മ. ഇനിയിപ്പോൾ ബസ്സൊക്കെ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ പോവും കേട്ടോ. ഞങ്ങളൊന്ന് പോവാണ്. ഞാൻ ഏട്ടനത്തെ എങ്ങനെയും പറഞ്ഞൊന്ന് സോപ്പിട്ട് നോക്കിയോട്ടെ പോകണ്ടാന്ന്. ഇനിയിപ്പോൾ ഇന്ന് പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നൊക്കെ ഭയങ്കര ലോക്ക്ഡൗൺ ആണല്ലോ. ഈ കുട്ടീനെയും കൊണ്ട് പോകുമ്പോൾ മറ്റേ തടഞ്ഞാൽ പോലീസ് ഉണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏട്ടന് പിന്നെ ചോറൊക്കെ കൊണ്ടുപോകണ്ടല്ലേ രാവിലെ. അപ്പോൾ അതാണ്, എന്താ ചെയ്യാനേ. അവിടെ പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് വരുള്ളൂ. ഇവിടെ ഒറ്റയ്ക്കല്ലേ ഞങ്ങൾ. ഇവരത് വരാൻ പറയുമ്പോൾ ഇവർ വരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വരും. ഇനി എന്തായാലും ഞാൻ ഇവിടേക്ക് ഓണത്തിന് തന്നെ വരുള്ളൂ. ഞങ്ങൾക്കൊന്നും ഇനി വരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ ആയി. ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ തീരെ വരാൻ പറ്റില്ല. ഇനി ഓണത്തിന് വരും. ഞാൻ ഓണത്തിന് ഇനി വരുള്ളൂ കേട്ടോ. ഇനി 2 ദിവസം ലീവ്. ഇപ്പോൾ ഓണമൊക്കെ ആവാറായില്ലേ. ഓണമൊക്കെ ആകുമ്പോഴത്തേന് എല്ലാതും ഒന്ന് ഇതായി കഴിഞ്ഞാൽ, റെഡി ആയി കഴിഞ്ഞെങ്കിൽ ഓണത്തിനൊക്കെ എങ്ങോട്ടേലൊക്കെ പോവാറുള്ളൂ അല്ലേ. പക്ഷെ ഒക്കെ അടച്ചിട്ട് ടിപ്പുവിൻ്റെ കോട്ട അവള് കണ്ടിട്ടില്ല അത്ര. ഇവള് പാലക്കാട് കോട്ട മൈതാനം കണ്ടിട്ടില്ലാന്ന്. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് പോകത്രേ.
പിന്നെ കാണാനൊന്നുമില്ല, അതത്ര. വരിക്കശ്ശേരി മന അവിടെ വരിക്കശ്ശേരി മന പിന്നെ ഇവിടെ അടുത്താ. അവിടെ കാണാൻ അങ്ങനെ എന്തോന്നുമില്ല, വെറുതെ പോലെ ഒരു കൊട്ടാരല്ല, ഒരു മന ഏരിയയിൽ വീട് പോലെ തന്നെ. കുഴപ്പമൊന്നുമില്ല. ഹിസ്റ്ററി പോയിട്ട് പഠിക്കാം. അങ്ങനെയല്ലേ, വേറെ എവിടേക്കെങ്കിലും ദൂരെ ലോങ്ങൊക്കെ ഇത് നല്ല രസമല്ലേ. പക്ഷെ എനിക്കിപ്പോൾ പോകാൻ പറ്റിയാട്ടോ. എനിക്കിപ്പോൾ ഇനി ദൂരെ ഒക്കെ ഒന്നും പോകാൻ പറ്റില്ലേ. 5 മാസമായി. അല്ലെങ്കിൽ തന്നെ വയ്യ, ചെയ്യണം. പിന്നെ ഒന്നാമത്തെ കുട്ടിയൊക്കെ, അവനെ കൊണ്ടൊന്നും പോകാൻ തന്നെ പറ്റില്ല. കുഴപ്പമില്ല, അങ്ങനെ അതുകൊണ്ടല്ല കരയുക അത് അങ്ങനത്തെ സ്വഭാവം ഒന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ കുട്ടീനെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല ഇപ്പോൾ എവിടേക്കും. ഈ കോവിഡൊക്കെ ഒന്ന് മാറി സെറ്റ് ആവട്ടെ, എന്നിട്ട് തന്നെ ഉള്ളൂ എല്ലായിടത്തും. കയ്യിലേക്കൊക്കെ വെയിലടിക്കുന്നു. ഇവിടെ വെയിൽ വരുന്നുണ്ട്. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ ഇന്നോട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ ഇനി അവിടെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. ചെക്കൻ ഭയങ്കര ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ അവനെ എടുത്തിട്ട് വരാറുണ്ട്. അവനെ ഉറക്കം വന്നിട്ട് കരഞ്ഞു വിളിക്കുന്നു. അപ്പോൾ അവനെ വേഗം ഉറക്കി. അച്ഛൻ വന്നോന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? മതിയില്ലേ? വേണ്ടത്ര ഒന്നും പറയണില്ല. എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കിട്ടണം. ഇവര് എത്രയിലാന്നറിയോ? ഇവിടെ 6 കേട്ടോ, ഇവൻ 5. 6-ലും 5-ലും. ഇതിലൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ എന്താ +2 വരെയാണ് കേട്ടോ പഠിച്ചത്. +2 കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒറ്റപ്പാലം ഇതിൽ എന്താ പറയുക, ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ടോ ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കല്യാണമൊക്കെ വന്നു, കല്യാണം കഴിച്ചു, കുട്ടിയായി. അതെ, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യം. ഏട്ടൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മമ്മ ഒക്കെ 10ാം ക്ലാസ്. അമ്മമ്മ 2ാം ക്ലാസ് വരെ ഏട്ടൻ പഠിച്ചിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് 2ാം ക്ലാസ് വരെ പോയത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അമ്മമ്മയ്ക്ക് നല്ല ബുദ്ധിയാണ് കേട്ടോ. മലയാളം കണക്കൊക്കെ അടിപൊളിയായി. നല്ല വായിക്കാൻ എഴുതാനൊക്കെ അറിയാം. ഞങ്ങളെക്കാളും ബുദ്ധിയുണ്ട്. അതെ, ഞങ്ങൾ +2 വരെ പഠിച്ചു എന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അവരുടെ ബുദ്ധിയൊന്നുമില്ല കേട്ടോ. അന്നത്തെ കാലത്തുള്ള പഠിപ്പല്ലല്ലോ. അന്നത്തെ കാലത്ത് 1ാം ക്ലാസ് വരെ പഠിച്ചാലും ഭയങ്കര പഠിപ്പല്ലേ. എന്തൊരു വെയിലല്ലേ, എങ്ങനെ ഈശ്വരൻ ഞാൻ പോവുക. എനിക്ക് വെയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വെറുതെ വിശേഷങ്ങളായിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. എല്ലാം ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.